എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെയും മഹേഷിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് രാവിലെ തന്നെ സ്വപ്നവല്ലി മാലതിയുടെ അടുത്തേക്ക് എല്ലുവാണ്. മാലതിയുടെ അടുത്ത് എന്നിട്ട് എന്തായി മാലതി കാര്യങ്ങളൊക്കെ എല്ലാം റെഡിയാക്കിയോന്ന് ചോദിക്കാം. ദേ അച്ചപ്പൊക്കൊണ്ട് റെഡിയാക്കിയാൽ മതി, അല്ല എപ്പോഴാ നമ്മള് പോകുന്നതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സ്വപ്നവല്ലി പറഞ്ഞു, നീ എന്താ മാലതി ഇങ്ങനെ പറയണേ? നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ല ഇങ്ങനെ ചോദിക്കരുത് എന്നോട്. ദേ നമ്മൾ ആരും കാണാതെ അല്ലേ ഇവിടുന്ന് പോകുന്നേ. ഈ കുടുംബത്തിൽ ആരും അറിയാൻ പാടില്ല നമ്മൾ ചിപ്പിമോളെ കാണാൻ പോകുന്നുള്ള വിവരം. അത് നിനക്ക് അറിയാവുന്ന ചോദിക്കുക. അതറിയാം. പിന്നെ നീ ഇങ്ങനെ എന്നോട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമുണ്ടോ? ഇതെങ്ങാനും കേട്ടോണ്ട് ആരെങ്കിലും ഇങ്ങോട്ട് വന്നാലോ? ഇവിടെ നമ്മളിൻ്റെ മാത്രമല്ല, വേറെ ആരോ ഉള്ളത് നിനക്കറിയാലോ. അതെ, രാമനാഥ് സാറുണ്ട്, അതാ പറഞ്ഞത്. ദേ ഇനിയിപ്പൊ രാമനെങ്ങാനും കേട്ടോണ്ട് വന്നാ ഇനിയിപ്പോ ചോദ്യമാവും, നിങ്ങൾ എങ്ങോട്ടാ എന്തിനാ, ആകെപ്പാടെ പ്രശ്നം. ദൈവത്തെ ഓർത്ത് ആരും അറിയാൻ പാടില്ല, അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ അങ്ങോട്ട് വിടത്തില്ലെന്ന് പറയാണ്. അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാവോ? ആരും കാണാതെ വേണം ഇവിടുന്ന് പോകാനായിട്ട്. എങ്ങനെയെങ്കിലും രാമനെ ഇവിടുന്ന് ഒഴിവാക്കണം. രാമനെ ഇവിടുന്ന് ഒഴിവാക്കിയാൽ മാത്രമേ നമുക്ക് ചിപ്പിമോളെ കാണാൻ പോകാൻ പറ്റുള്ളൂ എന്ന് പറയാം. ശരിയെന്ന് പറയാം. എന്നാൽ നീ ബാക്കിയെല്ലാം ഉണ്ടാക്കുക. അപ്പോഴാണ് സ്വപ്നം എന്നുള്ള വിളിയിട്ട. അയ്യോ, ദേ രാമദാസ് സാറ് വരുന്നുണ്ടെന്ന് പറയണം. പെട്ടെന്ന് തന്നെ സ്വപ്നവലി ഓടി അങ്ങോട്ട് ചെല്ലുവാണ്. എന്താ രാമ, എന്താ വിളിച്ചതെന്ന് ചോദിക്കാണ്. അല്ല നിന്നെ ഞാൻ കണ്ടില്ല അതുകൊണ്ടാ. അല്ല രാമൻ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോന്ന് ചോദിക്കാം. എങ്ങോട്ട് പോകാനാ, ഞാൻ ഒരിടത്തും പോകുന്നില്ലെന്ന് പറയാം. അത് രാമ, ഇങ്ങനെ വീട്ടിനകത്ത് ഇരിക്കാതെ വല്ല സിനിമയ്ക്കൊക്കെ ഒന്ന് പോകാൻ പറയണം. സിനിമയ്ക്കാ? ഇത്രയും കാലമായിട്ട് നീ ഇന്ന് വരെ അങ്ങനെ പറഞ്ഞിട്ടല്ലോ, പിന്നെ എന്ത് പറ്റി ഇന്ന്? അല്ല അത് പിന്നെ വീട്ടിലിങ്ങനെ ബോറടിച്ചിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാന്ന് പറയണം. എന്തോ ഒരു ദുരിതാശം ഉണ്ടല്ലോ. എന്താ എന്നെ പറഞ്ഞു വിട്ടിട്ട് എന്ത്? രണ്ടുപേരുടെ മുഖത്തിൽ കള്ളത്തരം ഉണ്ടല്ലോ എന്ന് പറയണം. ഞങ്ങളുടെ മുഖത്തിൽ കള്ളത്തരം ഇല്ലെന്ന് സ്വപ്നവലി പറയണം. പിന്നീട് രാമനാഥൻ പറഞ്ഞു, സിനിമയെങ്കിൽ സിനിമ കാണാൻ പോയേക്കാം. ഇനിയിപ്പം ഇവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാനെന്ന് നിൽക്കണം. അങ്ങനെ പോകുന്നത് ഇപ്പൊ രാമനാഥൻ എടുത്തു. അല്ല ഞാൻ ചെന്ന് കഴിയുമ്പത്തിന് ഇനിയിപ്പം സിനിമ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? എന്നാ രാമൻ്റെ കാര്യം ചെയ്യും, ചെന്ന് കഴിഞ്ഞിട്ട് സിനിമ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അടുത്ത ഷോ കണ്ടിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. ധൃതി ഒന്നുമില്ല ഇങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്യാനാന്ന് പറയാം. അന്ന് ഞാൻ വേഷം ഒന്ന് മാറ്റിയിട്ട് വരാം. ഇതെന്തിനാ വേഷം മാറ്റുന്നേ? ഈ ഡ്രസ്സ് നല്ല ഭംഗിയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഡ്രസ്സൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് കൊടുക്കണം. ഇതൊക്കെ കണ്ട് ഞാൻ മാലത്തേക്ക് ചിരി വന്നു. എന്നാ ശരി, ഇത് മതിയല്ലേ? ഇത് മതിയെന്നേ, എന്റെ രാമനെ കാണാൻ നല്ല ഭംഗിയല്ലേ എന്നൊക്കെ ചോദിക്കുക. ആ സോപ്പിങ്ങിൽ രാമൻ അങ്ങോട്ട് വീണു. രാമനാഥൻ അങ്ങോട്ട് സിനിമയ്ക്ക് ഇറങ്ങി പോവാ. ഈ സമയം മാലതിയോട് എന്ന് സ്വപ്നവലി പറഞ്ഞ് പെട്ടെന്ന് റെഡിയാകുക, നമുക്ക് ഇപ്പൊ തന്നെ ഇറങ്ങണമെന്ന് പറയണം. അങ്ങനെ അവരെന്തെങ്കിലും കൂടെ റെഡിയാനായിട്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയം ആകാശിന്റെ അടുത്തേക്ക് രചന എല്ലുവാണ്. രചന എന്നിട്ട് അതെ ചിപ്പിനെ ബോർഡിങ്ങിൽ ചേർക്കാനുള്ള കാര്യങ്ങളൊക്കെ ഫോമൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഊട്ടിയിലെ ബോർഡിങ്ങിലാണ്, പിന്നെ കുഴപ്പമില്ല, അവിടെ ചേർക്കാലോ എന്ന് പറയാം. അത് ശരിയാ. അപ്പൊ ആകാശ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഡിവോഴ്സ് കഴിഞ്ഞ ഉടനെ നമ്മുടെ വിവാഹം എന്ന് പറയാം, അതിനൊരു മാറ്റം ഉണ്ടാകത്തില്ലെന്ന് പറയാം. അങ്ങനെ സംസാരിച്ചുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴാണ് ഇഷിത അങ്ങോട്ട് വരുന്നത്. ആഹാ ഡോക്ടറോ, വാ ഇരിക്കാൻ പറയണം. അങ്ങനെ ഡോക്ടർ ഇരുന്നു. ഇഷിതയോട് ചോദിച്ചു, അല്ല ഇത്ര പെട്ടെന്ന് ഇഷിത വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോന്ന് രചന പറയണം. അത് പിന്നെ ചിപ്പിമോളുടെ കാര്യമല്ലേ, അപ്പൊ ചിപ്പിമോളുടെ കാര്യത്തിൽ എനിക്കൊരു അലംഭാവം വരുത്താൻ പറ്റില്ലോ എന്ന് ചോദിക്കണം. അതെനിക്കറിയാം, ചിപ്പിമോളുമായിട്ട് ഡോക്ടർക്കുള്ള ആ കണക്ഷൻ എനിക്ക് അറിയാമെന്ന് പറയണം. അല്ല ചിപ്പിമോൾ സുഖമായിട്ടിരിക്കണം എന്ന് ചോദിക്കുക. ഇത് കേട്ടിട്ട് രചന പറഞ്ഞു, അതെ അവൾക്ക് കുഴപ്പമൊന്നുമില്ല, അവൾ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു പറയണം. ഇത് കേട്ടപ്പോ ആകാശം പറഞ്ഞു, നിങ്ങൾ നോക്ക് രചനയുടെ മുഖത്ത് നോക്കുക, അവൾക്ക് നല്ല ക്ഷീണമില്ലേ, അവൾക്ക് രാത്രി ഉറക്കമില്ല, എപ്പോഴും ചിപ്പിമോളെ കുറിച്ചുള്ള ചിന്ത മാത്രം ഉള്ളെന്ന് പറയണം. ചിപ്പിമോളും എന്നുള്ള ചിന്ത മാത്രം. അതെ എന്നിട്ട് ചിപ്പിമോൾ എന്ത് ചെയ്യ, അവള് മോളുടെ ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാട്ടോ, ഇരിക്കാൻ പറയണം. പിന്നീട് ആകാശം പറഞ്ഞു, അതെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു മീറ്റിംഗ് ഉണ്ട്, അന്ന് ഞാൻ അങ്ങോട്ട് മാറിക്കോട്ടെ നിൽക്കും. ശരിയെന്ന് പറഞ്ഞ് ആകാശം അങ്ങോട്ട് പോകാൻ നേരത്തെ രചനയോട് ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് ആകാശിന്റെ പുറകെ രചന അങ്ങോട്ട് പോവാണ്. അങ്ങനെ ആകാശം അങ്ങോട്ട് മുകളിലേക്ക് വന്നപ്പോ തന്നെ രചന പുറകെ നിന്നിട്ട് പറഞ്ഞു, അതെ ഇഷിത ഡോക്ടർ വന്ന എന്തിനാണെന്നറിയാവോ? എനിക്കറിയാം, ചിപ്പിമോളെ കാണാൻ വിട്ടല്ലേ, അത് നീ ഒരു കാര്യം ചെയ്യണം, മാക്സിമം ആ ഡോക്ടറെ ഇമ്പ്രസ് ചെയ്യാൻ നോക്കണം. അറിയാലോ ഡിവോഴ്സിന്റെ സമയത്ത് ഒരു കാരണവശാലും ചിപ്പിമോളെ അയാളുടെ കൂടെ വിട്ടുകൂടാ, നമ്മുടെ കൂടെ കിട്ടണം. അപ്പൊ അതിനുവേണ്ടി ഡോക്ടറെ മൊഴിയൊക്കെ പ്രധാനമാണ്. അതുകൊണ്ട് ചിപ്പിമോളെ കിട്ടണമെങ്കിൽ ഞാൻ നോക്കിയിട്ട് ഒരു മഴ മാത്രമേ ഉള്ളൂ, ഡോക്ടർ നമ്മുടെ ഭക്ഷ്യത്ത് തീർത്തണം കുറെ കാലത്തേക്ക്. അപ്പൊ നീ വേണം അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ, അതൊക്കെ ഞാൻ ഏറ്റെന്ന് പറയണം. ആ സമയം ഇഷിത അവിടെ ഇരുന്നിട്ട് ടേബിളിലേക്ക് വെറുതെ നോക്കുമ്പോൾ ഒരു ഫോം ഇരിക്കുന്നുണ്ട്. എടുത്തു നോക്കിയപ്പോൾ ചിപ്പിമോളെ ബോർഡിങ്ങിൽ ചേർക്കാനുള്ള ആ ഫോം ഫില്ല് ചെയ്ത് വെച്ചേക്കും. ഓഹോ, അപ്പൊ ഇതാണ് കാര്യം. പെട്ടെന്ന് രചന അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ടപ്പം ഇഷിത ഒന്നും അറിയത്തില്ലാത്ത മട്ടില്ല ആ പേപ്പർ അങ്ങോട്ട് വെക്കുവാണ്. പിന്നീട് ഇഷിതയോട് രചന വന്നിട്ട് എന്തൊക്കെയാണ് ഡോക്ടർ വിശേഷങ്ങൾ നോക്കിയ, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയണം. അല്ല ചിപ്പിമോൾക്ക് വേറെ വിശേഷിച്ച കുഴപ്പമൊന്നും ഇല്ലോ അല്ലേ? അവൾക്ക് കുഴപ്പമൊന്നുമില്ല, അവള് ഹാപ്പിയാന്ന് പറയണം. പിന്നീട് അവരിങ്ങനെ ഓരോ കാര്യത്തെ കൂടി സംസാരിച്ചുകൊണ്ടിരിക്കാം. ഈ സമയത്ത് രചന പറഞ്ഞു, അതാ ഡോക്ടർക്ക് അറിയാലോ ഞാൻ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടെന്ന് എൻ്റെ മോളെ കാണാതെ. ആ സമയത്തൊക്കെ എനിക്ക് തുണയായിട്ട് ഇന്ന് ആകാശം
ഞാൻ മഹേഷിനുള്ള ജീവിതം ഒരു ദിവസം പോലും ഞാൻ ആസ്വദിച്ചിട്ടില്ല. കാരണം ആ സമയത്ത് ഞാൻ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടെന്നറിയോ. മഹേഷിന്റെ ദാരിദ്ര്യത്തിൽ ഞാൻ ഒരു കുഴപ്പം പറയാൻ ജീവിച്ചു വന്നിരുന്ന, പക്ഷേങ്കിൽ അവിടെയുള്ള മഹേഷ് ഒരു ദിവസം പോലും എനിക്ക് സ്വസ്ഥത സമാധാനം തന്നിട്ടില്ല. അവസാനം നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങേണ്ടതായിട്ട് വന്നെന്ന് പറയാം. ഇത് കേട്ടുകഴിഞ്ഞപ്പം ഇഷിത പറഞ്ഞു, അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത്രേ വാശിയൊക്കെ പിടിച്ച് ഈ കോടതി കേസൊക്കെ നടത്തിയല്ലേ രചന കുഞ്ഞിനെ മേടിച്ചെടുക്കാൻ നോക്കുന്നേ, എന്നിട്ട് പിന്നെ എന്തിനാ കുഞ്ഞിനെ ബോർഡിങ്ങിൽ നിർത്താൻ ശ്രമിക്കണമെന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒന്നും ഞെട്ടി രചന. പെട്ടെന്ന് രചന പറഞ്ഞ, അല്ല അത് പിന്നെ ഒരു വർഷത്തെ ഇതേ ഉള്ളൂ, കാരണം ഒരു വർഷത്തിനുള്ളിൽ തന്നെ വീണ്ടും അവളെ ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരുമെന്ന് പറയാം. അതിന്റെ ആവശ്യമുണ്ടോ? കാരണം കുഞ്ഞുങ്ങൾക്ക് അവരുടെ അമ്മമാരാണ് ഏറ്റവും കൂടുതൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. ആ വളരുന്ന പ്രായത്തിൽ അവരെ നേർവഴിക്ക് നടത്തേണ്ട അമ്മമാരാണ്. അപ്പൊ ആ പ്രായത്തിൽ അമ്മേനെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ കുഞ്ഞിന്റെ കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കേ. ബോർഡിങ് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇതേ ആ സ്നേഹവും പരിലാളനമൊക്കെ കിട്ടുമോയെന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങളുടെ ഡിവോഴ്സും കല്യാണവും ഒക്കെ ആയിട്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ചിപ്പിമോളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ആ ഒരു വർഷക്കാലം അവള് എന്താണെങ്കിലും ആ ബോർഡിങ് നിൽക്കട്ടെ, അതാ ഞങ്ങളുടെ തീരുമാനം. അല്ലാതെ എനിക്ക് കുഞ്ഞിന് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ലെന്ന് പറയണം. അല്ല ഇതിനകത്ത് ഡോക്ടറുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുകയാണ്. ഡോക്ടറുടെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു, ഞാൻ അതുപോലെ അനുസരിക്കാന്നൊക്കെ പറയണം. പിന്നീട് ഇങ്ങനെ ഇഷ്ടത എന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, അതെ ഒരു കാര്യം ചെയ്യും, ചിപ്പിമോളെ വിളിക്കാൻ എനിക്ക് അവളെ കാണാൻ കൊതിയായെന്ന് പറയണം. പിന്നീട് അവിടെ നിന്ന് ചിപ്പിനെ വിളിക്കണം. അപ്പത്തേനും ചിപ്പി ഓടി ഇറങ്ങി വരുക. ഇഷ്ടത്തിനെ കണ്ടും ഭയങ്കര സന്തോഷമായി. രചന പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ ചിപ്പിമോൾക്ക് ഒരു സർപ്രൈസ് ഉണ്ടെന്ന്, അതിതാന്ന് പറയണം. ഷിയാമയെന്ന് വിളിച്ച് ഓടി വന്ന് കെട്ടിപ്പിടിക്കുക. ഷിയാമ അതെന്താ? അതെ സൂരജായിട്ടും വിളിക്കുന്ന ഇഷിതാമേന്ന. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഷിയാമയെന്ന് വിളിച്ചോളാന്ന്. എങ്ങനെയുണ്ട് ഷിയാമ എന്നുള്ള പേര്? കൊള്ളാന്ന് പറയാണ്. മോൾക്ക് സുഖമാണെന്ന് ചോദിക്കും. എനിക്ക് സുഖ. ഷിയാമയ്ക്കോ? എനിക്ക് സുഖമാന്ന് പറയണം. അങ്ങനെ പരസ്പരം അവര് സംസാരിച്ചുകൊണ്ടിരിക്കുക. പിന്നീട് മോള് പറഞ്ഞു, ചിപ്പി മോള് പറഞ്ഞു, ബാ നമുക്ക് മോളത്തെ മുറിയിലേക്ക് പോവാം, എനിക്ക് കുറെ കഥകളൊക്കെ പറഞ്ഞു തരണം, എൻ്റെ കൂടെ പന്ത് കളിക്കണം എന്നൊക്കെ പറയണം. ആയിക്കോട്ടെ എന്ന് പറഞ്ഞോണ്ട് അങ്ങനെ മോളെയും കൊണ്ട് ഇഷിത മോളത്തെ ചിപ്പിമോളുടെ മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ്. ആ സമയത്താണ് ഗേറ്റിന്റെ അരിയിൽ സ്വപ്നവല്ലിയും മാലതിയും കൂടെ വരുന്നത്. അപ്പോൾ ഒരു ടാക്സി വിളിച്ചാ വന്നേ. ടാക്സിക്കാരണ്ട് പറഞ്ഞു, ഇവിടെ നിൽക്കുക കേട്ടോ, ഞങ്ങൾ ഇപ്പൊ തന്നെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി വരിക. അപ്പം മാലതിയുടെ കയ്യിൽ പലഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വന്ന് കോളിംഗ് ബെൽ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും സൗദാമിനെ ഒന്ന് കഥ തുറന്ന് ആരാ എന്താന്നൊക്കെ ചോദിക്കുകയാണ്. പെട്ടെന്നൊന്ന് ആലോചിച്ചിട്ട് സ്വപ്നവല്ലി പറഞ്ഞു, അതെ കോർപ്പറേഷനിൽ നിന്നാ രചന മാഡത്തിനെ കാണാമെന്നാ. എന്നാ ശരി ബാ വന്നിരിക്കുക, ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാന്ന് പറഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. പിന്നീട് രചനയെ വിളിക്കുകയാണ്. രചന അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. രചന വന്നു കഴിഞ്ഞപ്പോഴാണ് സ്വപ്നവല്ലിയെ സൗദയമ്മനെ മാലിന്യം കാണുന്നത്. പെട്ടെന്ന് ചോദിച്ചു, നിങ്ങൾ എന്തിനാ എങ്ങോട്ട് വന്നേന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ സ്വപ്നവല്ലി പറഞ്ഞു, അത് പിന്നെ എനിക്ക് എന്റെ മോളെ ഒന്ന് കാണണം. മോളെ കാണാൻ വേണ്ടി വന്നാ? ഓ മോളെ കാണാൻ വേണ്ടിയോ? മോളെ കാണാൻ വേണ്ടി എന്റെ വീട്ടിലേക്ക് വരണ്ട വന്നല്ലേന്ന് ചോദിക്കുക. ഞാനൊരു വഴക്കിനൊന്നും വന്നല്ല രചനെ, എനിക്ക് കുഞ്ഞിനെ ഒന്ന് കണ്ടാൽ മതി. അറിയാലോ ഞാൻ അവളെ 6 മാസം തൊട്ട് നോക്കി വളർത്തി പരിപാലിച്ചുകൊണ്ട് വന്നല്ലേ. അപ്പൊ എനിക്ക് അവളെ ഒന്ന് കാണാതിരിക്കാൻ പറ്റില്ല എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ രചന പറഞ്ഞു, പറ്റില്ല, എന്താളും നിങ്ങളെ കുഞ്ഞിനെ കാണിക്കുന്ന പ്രശ്നമില്ല എന്ന് പറയണം. ഇത് കേട്ടതും മാലതി പറഞ്ഞു, അതെ ചിപ്പിമോൾ എന്തിയേ എന്ന് ചോദിക്കണം. അത് ചോദിക്കാൻ നിങ്ങളാരാ? ഞാന് ചിപ്പിമോളുടെ ആയ. അതെ ഇവിടെ ഇപ്പൊ ആയൊക്കെ ഉണ്ട് അവൾക്ക് വേണ്ടിയിട്ട്, നിങ്ങൾ വേറെ പ്രത്യേകിച്ച് ആയയുടെ ആവശ്യമൊന്നും ഇവിടെയില്ല. അങ്ങനെ എന്തേലും ഒരു ഇത് വരുവാണെങ്കിൽ വേക്കൻസി വരുവാണെങ്കിൽ നിങ്ങളെ ഞാൻ അറിയിച്ചോളാന്ന് പറയണം. തൽക്കാലത്തേക്ക് നിങ്ങൾ പോകാൻ നോക്കാൻ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ സ്വപ്നവല്ലി പറഞ്ഞു, ഇങ്ങനെയൊന്നും പറയരുത് രചനെ, ഇങ്ങനെയൊന്നും പറയല്ലെന്ന് പോലും നിങ്ങൾക്കത് പറയാൻ എന്താ ഉള്ളേ? ഞാനേ കുഞ്ഞിന്റെ അമ്മയാണ്, അറിയാലോ. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും പറയാണ്ട് നിങ്ങൾ കോടതി പോയി പറ. കോടതി ഉത്തരവ് അനുസരിച്ചാ കുഞ്ഞ് ഇവിടെ നിൽക്കുന്നേ. മര്യാദയ്ക്ക് പോകാൻ നോക്കാൻ പറയണം. ഇല്ല ഞാൻ പോകത്തില്ല, കുഞ്ഞിനെ കണ്ടിട്ട് പോകത്തോളം എന്ന് പറയാം. ഓഹോ നിങ്ങൾക്ക് അത്രയ്ക്ക് വലിയ അഹങ്കാരമാണോ? അന്നൊരു കാര്യം ചെയ്യാം, ഇപ്പൊ കണ്ടിട്ട് തന്നെ പോയത് തന്നെ മര്യാദയ്ക്ക് ഇറങ്ങി പോകാൻ പറയണം. ആ സമയത്ത് മാലതി എന്ത് ചെയ്യാ, ചിപ്പി എന്ന് പറഞ്ഞ് മുകളിലേക്ക് ഇറങ്ങി പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും മാലതിനെ പിടിച്ച് കയ്യെ പിടിച്ച് താഴേക്ക് ഇറക്കി വിടുവാണ്. ഇങ്ങോട്ട് ഇറങ്ങി പോന്നും പറഞ്ഞോണ്ട്. ഇതൊക്കെ കണ്ടു സ്വപ്നവലിക്ക് അങ്ങോട്ട് സഹിച്ചില്ല. ആ സമയം ആകാശ് എന്ത് ചെയ്യുവാണ്, ആകാശ് നേരെ മഹേഷിനെ ഫോണിലേക്ക് വിളിക്കുകയാണ്. മഹേഷ് എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കോ. ഓ നിനക്ക് കുഞ്ഞിനെ കിട്ടത്തില്ലെന്ന് ഉറപ്പുണ്ടല്ലേ? അതെന്താണ് അങ്ങനെ പറഞ്ഞേ? എനിക്കറിയാം നിനക്ക് ആ ഒരു പേടിയും ഭയവും ഒക്കെ ഉള്ളി വന്നിട്ടുണ്ട്. അതെ നിന്റെ ആ മുഖം ഒന്ന് കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുക. എന്തിനാണെന്നറിയോ, നീ അങ്ങനെ നാണം കെട്ട് കോടതിയിൽ നിന്ന് ഇറങ്ങിപ്പോന്നെ. 10-ാം തീയതി കേസ് വിളിച്ച് കഴിയുമ്പോഴത്തേനും ഉറപ്പായിട്ട് നിനക്ക് കുഞ്ഞിനെ കിട്ടാൻ പോകുന്നില്ല. ചിപ്പിമോള് ഞങ്ങളുടെ സ്വന്തമാവും. പിന്നെ നീ ആകെപ്പാടെ തകർന്ന് തരിപ്പടമായപ്പോ ആ മുഖം എനിക്കൊന്ന് കാണണമെന്ന് പറയണം. ഇത് കേട്ടത് മഹേഷ് പറഞ്ഞു, വെച്ചിട്ട് പോടാ ഫോണെന്ന് പറയണം. അതെ വെക്കാൻ തന്നെ വിളിച്ചേ, പക്ഷെ അതിനു മുമ്പ് നിന്റെ ആ അമ്മയുണ്ടല്ലോ, നിന്റെ അമ്മേനെ എന്ത് ചെയ്യണം കൂടെ പറ. എന്റെ അമ്മേനെയോ? അതെ നിന്റെ അമ്മ കുഞ്ഞിനെ കാണാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട്, ചിപ്പിമോളെ കാണാനായിട്ട്. അതെ ഇപ്പൊ വേണേ എനിക്ക് പോലീസിനെ വിളിക്കാം. അതിനു മുമ്പ് വേണേ വിളിച്ചു പറഞ്ഞ നിങ്ങളുടെ അമ്മയോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനായിട്ട്. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പോലീസിനെ വിളിക്കും, അറിയാലോ. ആ
ഏനാ വീട്ടിൽ അതിക്രമിച്ച് കയറി എന്നൊക്കെ പറഞ്ഞോണ്ട് എങ്ങനെയുണ്ട്? ഇത് കേട്ടെന്ന് മഹേഷിന് ആകെപ്പാടെ ഞെട്ടലുണ്ടായി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് കോള് കട്ട് ചെയ്ത് മഹേഷ് ഓർത്തി, ഈ അമ്മ എന്തിനാ അങ്ങോട്ട് പോയത്? അമ്മയ്ക്ക് വേറൊരു പണിയില്ലേ മനുഷ്യനെ വെറുതെ മെനക്കെടുത്താനായിട്ട് എന്നോർത്ത് മഹേഷ് ദേഷ്യപ്പെട്ട് അവിടെ ഇരിക്കുകയാണ്. ആ സമയത്ത് രചനയോട് അപേക്ഷിക്കുക, മോളെ രചന, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എനിക്ക് ചിപ്പിമോളെ ഒന്ന് കണ്ടാൽ മതി. ഞാൻ വഴക്കുണ്ടാക്കാൻ വന്നതല്ല. പറ്റില്ല എന്ന് പറഞ്ഞില്ലേ, ഇറങ്ങി പോകാൻ പറഞ്ഞാണ്. പക്ഷേ എങ്കിൽ സ്വപ്നവലി അങ്ങനെ പോകാൻ കൂട്ടാക്കില്ല. സ്വപ്നവലി പറഞ്ഞ്, ഞാൻ കാണാൻ വന്നാണെ കണ്ടിട്ട് തന്നെ പോകുന്നു പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം, ദേഷ്യപ്പെട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോകാൻ തുടങ്ങിയപ്പോഴത്തേനും രചന കയ്യെ പിടിച്ച് വലിച്ച് താഴേക്ക് ഇടുവാണ്. ഈ സമയത്ത് സ്വപ്നവലി ചിപ്പിമോളെന്ന് കിടന്ന് വിളിക്കുവാണ്. ചിപ്പിമോള ശബ്ദം കേട്ടു. ദേ അച്ഛമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ചിപ്പിമോൾ ഓടി ഇറങ്ങി വരുവാണ്. പെട്ടെന്ന് ഇഷിതയെല്ലാം രചന കയറി കുഞ്ഞിനെ വട്ടം പിടിച്ചു. അവിടെ നിൽക്കാനും പറഞ്ഞുകൊണ്ട് അച്ഛമ്മേ അച്ഛമ്മയെന്ന് പറഞ്ഞ് കുഞ്ഞ് കിടന്ന് വിളിക്കുക. ബാ മോളെന്ന് പറഞ്ഞ് വിളിച്ചെങ്കിലും അവള് രചന കുഞ്ഞിനെ വിട്ടില്ല. ചിപ്പിമോൾക്ക് വല്ലാത്ത സങ്കടം. ചിപ്പിമോൾ അലറി കരയുവാണ് അച്ഛമ്മയെന്നും പറഞ്ഞുകൊണ്ട്. അവസാനം സ്വപ്നവലിക്ക് മനസ്സിലായി ഇവള് കുഞ്ഞിനെ വിട്ടു തരില്ലെന്ന്. ദേ അച്ഛമ്മ എന്നെയും കൂടെ കൊണ്ടോ അച്ഛമ്മ, അച്ഛമ്മ പോവല്ലേ, എനിക്ക് അച്ഛമ്മയോട് കൂടെ വരണം എന്നൊക്കെ പറയാം. ഈ സമയം രചന പറഞ്ഞു, മര്യാദയ്ക്കിരുന്നോ ചിപ്പി, കുഞ്ഞിനോടല്ലേ അതിക്രമം കാണിക്കുന്നുണ്ടപ്പം വല്ലാത്ത സങ്കടമായി സ്വപ്നവലിക്ക്. സ്വപ്നവലി പറഞ്ഞു, അതെ അച്ഛമ്മ പോവാ, മോൾ ഈ പലഹാരമൊക്കെ പിടിച്ചോട്ടോ എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേനും ആ പലഹാരം അങ്ങ് മേടിച്ചിട്ട് ഒറ്റ ഏറ് കൊടുക്കണം പുറത്തേക്ക് രചന. ചിപ്പിമോൾക്കും സ്വപ്നവലിക്കൊന്നും സഹിക്കാൻ പറ്റില്ല. വല്ലാത്തൊരവസ്ഥയാണത്. കാരണം കുഞ്ഞ് വല്ലാതെ കിടന്ന് കരയുവാണ്. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് ഇഷിത ഇറങ്ങി വരുന്ന മോളിൽ നിന്ന്. ഇഷിത വരുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. ചിപ്പിമോള് വല്ലാതെ കിടന്ന് കരയുന്നേം സങ്കടപ്പെട്ട് സ്വപ്നവലി നിൽക്കുന്നേ. അപ്പൊ ഇഷിത അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. അപ്പൊ സ്വപ്നവലി പറഞ്ഞു, ഓഹോ, അപ്പൊ എല്ലാരും കൂടെ പ്ലാൻ ചെയ്തിട്ടുള്ള പരിപാടിയായിരുന്നില്ലേ? ഇപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ മതിയായിട്ട്. പിന്നീട് നേരെ ഇഷിതയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. നീ ഒരു കാലത്തും നന്നാൻ പോകുന്നില്ലടി. എന്റെ കുഞ്ഞിനെ നീ എന്നിൽ നിന്ന് അടർത്തി മാറ്റിയവളാ. നീ ഒരു കാലത്തും ഗതി പിടിക്കില്ല. നിന്നെ ശപിക്കുവാടി. കണ്ടോ, നിനക്കും നിന്റെ കുടുംബത്തിന് ഒരു കാലത്തൊരു നല്ല ഗതി ഉണ്ടാകത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ട് രാഗമാണ്. ഇതൊന്നും കേട്ടിപ്പോ ഇഷിതയ്ക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. കാരണം ഇതൊക്കെ ഇവിടെ വായന സ്ഥിരം കേൾക്കുന്ന കാര്യങ്ങളാണല്ലോ. അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ഞാൻ പോവാൻ മോളെ എന്ന് പറഞ്ഞ് തിരിഞ്ഞങ്ങ് നടക്കുക. പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ പലഹാരം വാരി കൂടിനകത്തിട്ടങ്ങ് ഇറങ്ങി പോവാം. വല്ലാത്ത സങ്കടമായിപ്പോയി ചിപ്പിമോൾക്ക്. അച്ഛമ്മയെന്ന് പറഞ്ഞുകൊണ്ട് കരയുവാണ്. പിന്നീട് ഇഷിത എന്ത് ചെയ്യുവാണ്, ചിപ്പിമോൾ അവിടെ ടേബിളെ കൊണ്ട് പിടിച്ചിരുത്തുക. പിന്നീട് ഇച്ചിരി വെള്ളമൊക്കെ എടുത്ത് കുടിക്കാൻ കൊടുത്തു. ആ സമയത്ത് രചന വന്നിട്ട്, കണ്ടില്ലേ ഇപ്പൊ അവര് വന്നിട്ട്, അവിടെ ആരും സമയത്ത് എനിക്ക് സ്വസ്ഥയ സമാധാനം തന്നിട്ടില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇവരെന്നെ കുറെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, അടിക്കുക വരെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം കണ്ട് സഹിച്ചു ഞാൻ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടെന്ന് അറിയാവോ. അവിടുന്ന് ഒരു വിധത്തിലാ എനിക്കൊരു രക്ഷയുണ്ടായത്. ആ സമയത്ത് ആകാശം വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അവിടെ കിടന്ന് മരിക്കത്തോ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറയണം. അത് മാത്രമല്ല, ഇപ്പൊ തന്നെ ഇഷിതയോട് എന്തൊക്കെ കാര്യങ്ങൾ അവർ പറഞ്ഞു. ഇത് കേട്ടത് ഇഷിത പറഞ്ഞു, എന്നോട് പറഞ്ഞ കാര്യങ്ങളൊന്നും കണക്ക് കൂട്ടണ്ട, അതൊക്കെ ഞാൻ സ്ഥിരമായിട്ട് കേൾക്കുന്ന കാര്യമാണെന്ന് പറയണം. അപ്പോഴേക്കുമാണ് രചനയുടെ ഫോൺ ബെല്ലടിക്കുന്നത്. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് രചന ഫോൺ സംസാരിച്ചതിനും അങ്ങോട്ട് പോവാണ്. പിന്നീട് പറ സുഭാഷേ, എന്താ കാര്യം, ടിക്കറ്റൊക്കെ ഓക്കെ ആയെന്ന് ചോദിക്കണം. ഓക്കെ ആയി മറന്നു പറയണം. ശരി, അടുത്ത മാസം തന്നെ 2 ടിക്കറ്റ് എനിക്കും ആകാശം എന്ന് പറയണം. അപ്പൊ ദുബായ് ഓക്കെ എന്നൊക്കെ പറഞ്ഞു വെക്കുവാണ്. അപ്പൊ ദുബായിക്ക് പോവാണ് അടുത്ത മാസം. അപ്പൊ കുഞ്ഞിനെ കൊണ്ടുപോകുന്നില്ല. ഓഹോ, ഇവരുടെ അടുത്ത് കുഞ്ഞ് സേഫ് അല്ലെന്ന് ഇഷിതയ്ക്ക് മനസ്സിലായി. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. പിന്നീട് രചന വന്നിട്ട് പറഞ്ഞു, അതെ കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ അറിയാലോ, ഇനിയിപ്പം എനിക്ക് കുഞ്ഞില്ലാതെ പറ്റില്ല, അവളെ എനിക്ക് വേണം. കോടതിയിൽ എനിക്ക് അനുകൂലമായിട്ട് ഒരു ഒരു മൊഴി കൊടുക്കണമെന്നൊക്കെ രചന ഇഷിതയോട് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് ഇഷിത പറഞ്ഞു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എനിക്ക് രചനയെ മനസ്സിലാകുന്നില്ല. കോടതിയും കേസും കളിച്ച് കുഞ്ഞിനെ വാങ്ങിക്കുന്നു, പക്ഷേ എങ്കില് കുഞ്ഞിനെ നോക്കാനോ അല്ലെങ്കിൽ അതിനോടൊപ്പം ഇരിക്കാനോ രചനയ്ക്ക് സമയമില്ല. രചന വലിയ ടൂറും പ്ലാനും ഒക്കെ ആയിട്ട് നടക്കുന്നു കുഞ്ഞില്ലാതെ. പിന്നെ എങ്ങനെ കുഞ്ഞിനെ സ്വസ്ഥമായിട്ട് അല്ലെങ്കിൽ ഒരു സന്തോഷത്തോടെ രചനയെ ഏൽപ്പിക്കുന്നു ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ രചന ഒരു ഞെട്ടലോടുകൂടി നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയിൽ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.